CPM കോട്ട പൊട്ടി പാളിസായിര. ഇതാ ഇതാ കണ്ണൂര് അത്ഭുതം കാട്ടിയേ, ജനവിധി ഹിതമായി അബ്ദുള്ളക്കുട്ടിയെ. കണ്ണൂരിൻ കുട്ടിയെ മുന്നേറ്റം കാട്ടിയെ, കിന്നാരം ചൊല്ലിയെ മുന്നാരമാക്കിയേ. പാരിൽ നിന്നാടി പോരാടി മുന്നേറി, പാരിൽ നിന്നാടി പോരാടി മുന്നേറി. അത്ഭുതം കാട്ടിയത് അബ്ദുള്ളക്കുട്ടിയാണ്. CPM-ന്റെ വരട്ട് നയങ്ങളാണ് അദ്ദേഹം തുറന്നടിച്ചത്. അതിനുവേണ്ടിയാണ് UDF അദ്ദേഹത്തിന് അവസരം കൊടുത്തത്. വാശിയും ആവേശവുമായി മുസ്ലിം ലീഗ് ഒരു കാര്യം തീരുമാനിച്ചാൽ അതെങ്ങനെ ഉണ്ടാകുന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് ബൈ-ഇലക്ഷൻ വന്നപ്പോഴും കേരള ജനത കണ്ടു. ഇങ്ങനെ 8 നിലയിൽ പൊട്ടിപ്പാളീസായിട്ടും CPM ഓരോ നേതാക്കന്മാരോ ഈ തോൽവി സമ്മതിച്ചോ? CPM-ന്റെ നേതാക്കന്മാർ എന്താ പറഞ്ഞത്? ഞങ്ങൾക്കേ മുമ്പത്തേനേക്കാളൊക്കെ വോട്ട് ഇപ്പൊ ഒരുപാട് കൂടി കിട്ടിക്കണ്. വോട്ട് ഇങ്ങനെ കൂടുന്തോറും തോൽവി കൂടലയ്യ. നേരാകാൻ ഓല കിട്ടൂലെന്ന പോലെ പറഞ്ഞ മലയാളം. നല്ല ദാസ, അനക്കൊരു കാര്യം കേൾക്കണോ? ഈജോന്റെ നേതാക്കന്മാരും മന്ത്രിമാരും കണ്ടു പഠിക്കേണ്ടതും കേട്ട് പഠിക്കേണ്ടതും ആരെയാണെന്ന് ഞാൻ പറഞ്ഞുതരാ. അറിവിന്റെ തെളിവേ അഹമ്മദന്നൊളിയേ, ഈരയിൽ വഴിതൽ അധികാരി മാനിമ്പക്കനിയേ. ജനകീയ നേതാ ജനസമ്പർക്കങ്ങളെ തണലായി വിളിച്ചൊരു ജേതാവേ. ജനകീയ നേതാ ജനസമ്പർക്കങ്ങളെ തണലായി വിളിച്ചൊരു ജേതാവേ. അറിവിന്റെ തെളിവേ അഹമ്മദന്നൊളിയേ, ഈറൈ വഴി തൻ അധികാരി മാനിമ്പക്കനിയേ. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കേണ്ടതും നാടിന് നേട്ടമുണ്ടാക്കേണ്ടതും എങ്ങനെയാണെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ നിന്നും കേന്ദ്രം ഭരിക്കുന്ന UPA സർക്കാരിൽ നിന്നും കണ്ടുപഠിക്കണം. പുരോഗതിയുടെ പാതയിലേക്ക് രാജ്യത്തെ നയിക്കാൻ UPA സഖ്യത്തിന്റെ സോണിയാഗാന്ധി നേതൃത്വം കൊടുക്കുമ്പോൾ ഇന്ത്യ എന്ന സാമ്പത്തിക ശക്തിയുടെ കരുത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു. ഗ്രാമീണ ജനതയുടെ ഉൾത്തുടിപ്പറിഞ്ഞ് പ്രവർത്തിക്കാൻ രാഹുൽ ഗാന്ധി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. രാഷ്ട്ര നന്മയിലും രാജ്യ പുരോഗതിയിലും ദേശസ്നേഹപരമായ നിലപാടുകൾ കൊണ്ട് മാതൃക കാണിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് രണ്ടാം UPA സർക്കാരിലും അർഹമായ പദവി തന്നെ ലഭിച്ചു. വമ്പന്മാരായ പലരും കൊമ്പ് കോർത്ത് കൊണ്ടുപോകാറുള്ള റെയിൽവേ വകുപ്പ് മുസ്ലിം ലീഗിന്റെ സാരഥിയുടെ കൈവെള്ളയിൽ വെച്ച് കൊടുത്തത് അതിന്റെ ഗുണം ഈ നാട്ടിലുള്ളവർക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാ. ഇപ്പൊ നോക്കാ, ഒരു സെക്കൻഡ് ഒഴിവുണ്ടോ റെയിലൊന്ന് മുറിച്ചു കടക്കാൻ? അതിനു മാത്രം വണ്ടികളല്ലേ തെക്കും വടക്കുമായി അഹമ്മദ് സാഹിബ് പായിപ്പിക്കുന്നത്. സാധ്യമായ മുഴുവൻ ഇടങ്ങളിലേക്കും വണ്ടികൾ. വകുപ്പ് കിട്ടിയ അന്നേ ദിവസം തന്നെ തന്റെ തട്ടകമായ തിരൂർ സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 2 കോടി രൂപ അനുവദിച്ചു. ശബരിമല സീസണിൽ അയ്യപ്പ ഭക്തരുടെ സൗകര്യം മാനിച്ച് സർവ്വ വണ്ടികളിലും ബോഗികളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. രാജരാജ പ്രതാപത്തിന്റെ വീരസ്മരണകൾ അയവിറക്കുന്ന ഖാജാ മുഈനുദ്ദീനുൽ ചിശ്തി അന്ത്യവിശ്രമം കൊള്ളുന്ന അജ്മീർ ദർഗാ ഷരീഫിലേക്കും അഹമ്മദ് സാഹിബ് ട്രെയിൻ പാസാക്കി. അങ്ങനെ മുസ്ലിം ലീഗ് ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന്റെ ഗുണം ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അനുഭവിക്കാൻ കഴിയുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും പ്രഖ്യാപിത നിലപാടാണത്. ഭരണരംഗത്ത് രാജ്യ പുരോഗതിക്ക് വേണ്ടി കഴിയാവുന്നതൊക്കെ ചെയ്യുമ്പോൾ സംഘടനാ രംഗത്ത് വർഗീയതക്കും തീവ്രവാദത്തിനുമെതിരെ സന്ധിയില്ലാ സമരമാണ് മുസ്ലിം ലീഗ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദർശപരമായ മുസ്ലിം ലീഗിന്റെ ഈ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. മുസ്ലിം ലീഗ് ചത്ത കുതിരയല്ല, ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണെന്ന മർഹൂം CH മുഹമ്മദ് കോയ സാഹിബിന്റെ ഗർജനം എതിരാളികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ആലസ്യം വിട്ടൊഴിഞ്ഞ് ആവേശകരമായി അഭിമാനകരമായി മുസ്ലിം ലീഗ് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കടന്നു പോകുന്നത്. ഈ സംഘശക്തിക്ക് കരുത്തു പകരാൻ അഭിമന്യരായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾക്കും PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനും E അഹമ്മദ് സാഹിബിനും ET മുഹമ്മദ് ബഷീർ സാഹിബിനും MK മുനീർ സാഹിബിനും KPA മജീദ് സാഹിബിനും
അഡ്വക്കേറ്റ് KN ഖാദർ സാഹിബിനും ഹമീദ് അലി ഷംനാട് സാഹിബിനും പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് ഒറ്റക്കെട്ടായി ഒരു വയ്യായി ഒരു മനസ്സായി പ്രവർത്തിക്കുവാൻ ഈ കഥാപ്രസംഗം തുണയാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, മുസ്ലിം ലീഗിനാൽ നാം ഉഷാറാ, ഈ മുസ്ലിം ലീഗിനാൽ നാം ഉഷാറാ. ഈ വിശാല പ്രസ്ഥാനം മഷ്ഹൂർ സുറൂറാ, ഈ വിശാല പ്രസ്ഥാനം മഷ്ഹൂർ സുറൂറാ. നെടിലീഗണി വിസ്തീർണമാ മഷ്ഹൂർ, വിശാല പ്രസ്ഥാനം മഷ്ഹൂർ സുറൂറാ, ഈ വിശാല പ്രസ്ഥാനം മഷ്ഹൂർ സുറൂറാ. ഞങ്ങളെ ശ്രവിച്ച മുഴുവൻ ആളുകൾക്കും മൂന്നിയൂർ സഹൃദയ കലാവേദിയുടെ 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.